ഹലോ ഫ്രണ്ട്സ്, ടൈം ഡയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര NH 66 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാനാണ്. നമ്മുടെ എടപ്പള്ളി ഭാഗത്ത് വരാൻ പോകുന്ന പുതിയ 2 മിനി ഫ്ലൈ ഓവറും പിന്നെ എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിപ്പോൾ ഒബ്രമോളിൽ നിന്ന് നേരെ നമ്മുടെ എടപ്പള്ളി ഭാഗത്തേക്ക് പോകാനുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് മനോഹരമായ അപ്ഡേറ്റുകൾ കാണാം. കൊച്ചി സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയതും ഗതാഗതക്കുരുക്കിന് കുപ്രസിദ്ധവുമായ ഇടപ്പള്ളി ജംഗ്ഷൻ 6 മാസത്തിനുള്ളിൽ ഗതാഗതത്തിൽ വലിയ പരിവർത്തനം വരുത്താൻ ഒരുങ്ങുന്നു. ഇത് സുഗമമാക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI NH 66 ഇടനാഴിയിലെ ജംഗ്ഷന്റെ ഇരുവശത്തും 2 ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. 50 മീറ്റർ വീതിയുള്ള അണ്ടർപാസുകൾ സാധ്യമാക്കുന്ന 650 മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവറുകൾ ഇടപ്പള്ളിയിലെ നിലവിലുള്ള ഫ്ലൈ ഓവറിൽ നിന്ന് ഏതാനും 100 മീറ്റർ അകലെ വരും. ജംഗ്ഷന്റെ തെക്ക് ഭാഗത്തേക്ക് ഓബറോൺ മാളിന് സമീപം ഒന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റൊന്ന് വടക്ക് ഭാഗത്തുള്ള ലുലു മാളിന്റെ പ്രവേശന കവാടത്തിനടുത്തായിരിക്കും. 6 മാസത്തിനുള്ളിൽ 2 ഫ്ലൈ ഓവറുകളുടെയും അണ്ടർപാസുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. ലുലുവിനടുത്തുള്ള ഘടനയുടെ ജോലികൾ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഓബറോൺ ഭാഗത്ത് ഏകദേശം 50% പുരോഗതി കൈവരിച്ചു, ഒരു മുതിർന്ന NHAI ഉദ്യോഗസ്ഥൻ TNIയോട് പറഞ്ഞു. കൊച്ചി മെട്രോ വയഡക്റ്റിന് പുറമെ ഒരു ഫ്ലൈ ഓവർ ഇതിനകം തന്നെ ഉള്ളതിനാൽ ഇടപ്പള്ളി ജംഗ്ഷനിൽ ഒരു വാഹന അടിപ്പാതയോ മറ്റൊരു ഫ്ലൈ ഓവറോ നിർമ്മിക്കുന്നത് അസാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ഒബ്രമോൾ ഭാഗത്തുള്ള സർവീസ് റോഡിലാണ്. എന്തായാലും ഇവിടെയൊക്കെ റോഡ് കുത്തിപ്പൊത്തിട്ടങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ റോഡൊക്കെ നല്ല രീതിയിലുള്ള കുളമായിട്ടുണ്ട്. താൽക്കാലികമായിട്ട് നമുക്കൊരു ഓഫ് റോഡ് ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാം, എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് തുടരാം. ഗതാഗത നിയന്ത്രണം എങ്ങനെയായിരിക്കും? ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇടപ്പള്ളി ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് വലത്തേക്ക് തിരിയാൻ കഴിയില്ല. വാഹനങ്ങളുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കാൻ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളും നീക്കം ചെയ്യും. വൈറ്റില ഭാഗത്തുനിന്നും ആലുവയിലേക്ക് വരുന്ന വാഹനങ്ങൾ നേരെ മുന്നോട്ട് പോയി ലുലുവിനടുത്തുള്ള അണ്ടർപാസിൽ യു-ടേൺ എടുക്കണം. തുടർന്ന് സർവീസ് റോഡിലൂടെ ഇടത്തേക്ക് തിരിഞ്ഞ് ആലുവയിലേക്ക് പോകണം. അതുപോലെ ചേരാനെല്ലൂർ ഭാഗത്തുനിന്നും നഗരമധ്യത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓബറോൺ മാളിന് സമീപമുള്ള അണ്ടർപാസ് ഉപയോഗിച്ച് യു-ടേൺ എടുക്കണം. സർവീസ് റോഡിലൂടെ പോയി ഇടത്തേക്ക് തിരിയണം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഒബ്രമോളിലെ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിന്റെ വർക്കിന്റെ ലേറ്റസ്റ്റ് കാഴ്ചയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ചൈതന്യ ഗ്രാനൈറ്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. സർവീസ് റോഡ് ഇപ്പോൾ പൊക്കി മറ്റേ NH 66 ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം മിക്കവാറും നടുക്കത്ത് മിക്കവാറും പൊളിച്ചിട്ട് മിക്കവാറും ഇതിനൂടെയായിരിക്കും പിന്നെ യൂട്ടേൺ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ തന്നെ ഈ യൂട്ടേൺ സിസ്റ്റം വെച്ച് തന്നെ ട്രാഫിക് ബ്ലോക്ക് 100% കംപ്ലീറ്റ് ആകാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ എടപ്പള്ളി പള്ളിയിലേക്ക് ഫെസ്റ്റിവൽ ടൈമിലും അതുപോലെ തന്നെ നമ്മുടെ ലുലുവിൽ ഓഫ് സമയത്തും കൂടി ആ രണ്ടും കൂടി
രണ്ടിലേക്കുള്ള എൻട്രൻസ് സെപ്പറേറ്റ് ആക്കാതെ തന്നെ ഈ ബ്ലോക്ക് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം നമ്മൾ ലുല്ലുവിലേക്കുള്ള സർവീസ് റോഡുള്ള ബ്ലോക്ക് എന്തായാലും കൂടി 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 മിക്കവാറും നോർമലി പോകുന്ന ആൾക്കാർക്കും കൂടി ബ്ലോക്കിൽ പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നേരെ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത്തിരി ഫ്രീ ആകാൻ ചാൻസ് ഉള്ളത്. കാരണം എടപ്പള്ളി ഫെസ്റ്റിവൽ ടൈമിൽ തന്നെ നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൽ നിന്നും നേരെ നമ്മൾ ആലുവയിലേക്ക് പോകുന്ന ഭാഗത്തും ബ്ലോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പോൾ പള്ളിയിലേക്കുള്ള എൻട്രൻസും എന്തെങ്കിലും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലുല്ലുവിലേക്കുള്ള എൻട്രൻസും രണ്ടും സെപ്പറേറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ ബ്ലോക്ക് മാറത്തില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പുതിയ മിനി ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയാണ്, നമ്മുടെ ഒബ്രമോളിൻ്റെ ഭാഗത്തുള്ളതാണ്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് തുടരാം. കഴൂർ ഭാഗത്തു നിന്നും വൈറ്റിലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇടപ്പള്ളി ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിഞ്ഞ് സർവീസ് റോഡിൽ പ്രവേശിച്ച് ലുലുവിനടുത്തുള്ള അണ്ടർപാസ് വഴി പോകണം. കളമശ്ശേരി ഭാഗത്തു നിന്നും ചേരാനല്ലൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിഞ്ഞ് ഓബറോൺ മാളിന് സമീപമുള്ള അണ്ടർപാസ് വഴി പോകണം. കുണ്ടന്നൂർ, വൈറ്റില, പാലാരിവട്ടം എന്നിവിടങ്ങളിൽ ഫ്ലൈ ഓവറുകൾ വന്നതോടെ അരൂർ ഇടപ്പള്ളി പാതയിലെ വാഹനഗതാഗതം തടസ്സമില്ലാതെ ഇടപ്പള്ളിയിലെത്തുന്നു. ഇത് ഇടപ്പള്ളി ജംഗ്ഷനിൽ വാഹനങ്ങളുടെ നീണ്ട നിരയ്ക്ക് കാരണമായി. ഫ്ലൈ ഓവർ കം അണ്ടർപാസ് മാത്രമാണ് ഏക പരിഹാരം. ഇടപ്പള്ളിയിലെ എല്ലാ ദിശകളിലേക്കും സ്വതന്ത്രമായി ഇടത്തേക്ക് തിരിയുന്നത് ഗതാഗതം സുഗമമാക്കും. ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾക്ക് 7 മീറ്റർ വീതി ഉണ്ടായിരിക്കും. ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇടപ്പള്ളി മൂത്തകുന്നം NH66 പാതയുടെ 60% പൂർത്തിയായി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ ഒബ്രമോളിൻ്റെ ഭാഗത്തോട്ടുള്ള നമ്മുടെ ചൈതന്യ ഗ്രാനൈറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. ഇവിടെയാണ് ഇപ്പോൾ റാപ്പിഡ് സ്പീഡിൽ വർക്ക് നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ട്രാഫിക് ഇത്തിരി ഭയങ്കര ശോകമാണ് കേട്ടോ. നോക്കി ഇപ്പോൾ നമുക്കിപ്പോൾ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് നമ്മൾ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ നടന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. എന്തായാലും നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഇനി നേരെ ഒബ്രമോൾ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെയും കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് തുടരാം. അപ്പോൾ നമ്മുടെ എടപ്പള്ളി അരൂർ എലിവേറ്റഡ് ഹൈവേൻ്റെ റിപ്പയർ അണ്ടർ പ്രിപ്പറേഷൻ ആണ്. എന്തായാലും അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്കപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അതുപോലെ തന്നെ വർക്ക് ചെയ്യണം നോക്കിയാൽ നല്ല ജമണ്ട മെഷീൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും ഈ മെഷീൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരാളാണ് അത് മെഷീൻ ചെയ്യുന്നത്. ഒരാൾ ഇത്രയും പടപടന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഈ മാതിരിയുള്ള മെഷീൻസാണ് കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ റോഡ് വർക്കൊക്കെ പെട്ടെന്ന് കഴിയുമെന്ന് ആലോചിച്ച് നോക്കി.
ടപ്പേന്നും പറഞ്ഞാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെങ്തി ആവുന്നതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് കുറെ കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തത്. എന്തായാലും അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഞങ്ങൾ തുടരാം കേട്ടോ. എന്തായാലും നമ്മുടെ ലുല്ലുമോളുടെ ഭാഗത്തുള്ള അപ്ഡേറ്റ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. കാരണം അവിടെ കാര്യമായിട്ടൊന്നും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് മിനി ഫ്ലൈ ഓവറിന്റെ ജസ്റ്റ് പില്ലറും പിന്നെ നമ്മുടെ മുകളിലത്തെ ഭാഗവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ആ കാഴ്ചയും കൂടി കാണാം. ദേശീയപാത 66 ഇടപ്പള്ളി മൂത്തകുന്നം പാത 6 പാതയാക്കി വികസിപ്പിക്കുന്നതിനുള്ള 1618 കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമാണ് ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും. 2022 ഒക്ടോബറിൽ പദ്ധതി ആരംഭിച്ചതിനുശേഷം കരാറെടുത്ത ഏജൻസി 60% ജോലികളും പൂർത്തിയാക്കി. പൂർത്തീകരണ ലക്ഷ്യം ഇപ്പോൾ 2026 ജനുവരിയിലേക്ക് പരിഷ്കരിച്ചു. ആദ്യ പൂർത്തീകരണ തീയതി 2025 ഏപ്രിൽ 21 ആയിരുന്നു. 910 ദിവസത്തെ നിർമ്മാണ കാലാവധിയായിരുന്നു. എന്നിരുന്നാലും ചുവന്ന മണ്ണിന്റെ കടുത്ത ക്ഷാമം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പുതിയ മണ്ണ് വേർതിരിച്ചെടുക്കൽ സ്ഥലം അനുവദിച്ചു. ജോലി വേഗത്തിലാക്കും, ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. കൊടുങ്ങല്ലൂരിലെ ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള 26.03 കിലോമീറ്റർ ദൂരം റോഡ് വീതി കൂട്ടൽ വ്യായാമം ഏറ്റെടുത്തിരിക്കുന്ന 164 കിലോമീറ്റർ ഇടപ്പള്ളി രാമനാട്ടുകര കോഴിക്കോട് ദേശീയപാത 66 സെക്ഷന്റെ 5 റീച്ചുകളിൽ ആദ്യത്തേതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ എടപ്പള്ളി സ്റ്റേഷൻ കാവല ഭാഗത്തേക്ക് പോകാണ്ട്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും നല്ല ടപ്പ റാപ്പിഡ് സ്പീഡാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, വളരെ റിസ്ക് ആണ്. കാരണം കമ്പികളൊക്കെ റെഡി കിടപ്പുണ്ട്. അതുപോലെ തന്നെ റോഡ് കുണ്ടും കുഴിയാണ്. വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്കിഡ് ആകാതെ മാക്സിമം സ്ലോയിൽ തന്നെ പോകാൻ നോക്കുക കേട്ടോ. കാരണം JCB കൊണ്ടൊക്കെയാണ് വർക്ക് നടക്കുന്നത്. സർവീസ് റോഡ് എന്തായാലും കംപ്ലീറ്റ്ലി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അതിലൂടെ ഇനി പോകുന്നത് വളരെ റിസ്ക് ആണ്. പിന്നെ റോഡൊക്കെ നല്ല കുണ്ടും കുഴിയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കിയയുടെ ഷോറൂം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആ കാഴ്ചയുടെ. ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മുടെ അപ്പുറം മറ്റേ ലുല്ലുമോളുടെ ഭാഗത്തുള്ള പുതിയ മിനി ഫ്ലൈഓവറിൻ്റെ ഭാഗത്താണ്. അപ്പം ഇതിലൂടെ നമ്മൾ യൂട്ടേൺ തിരിഞ്ഞോളാം ഇനി തിരിയാനായിട്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലുല്ലുവിൽ ഓഫർ വന്ന സമയത്തും
കാരണം നോർമലി പോകുന്ന ആൾക്കാർക്ക് ലുലുവിലെ ട്രാഫിക് ബ്ലോക്ക് റോഡിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ലുലുവിലേക്കും അതുപോലെ തന്നെ എടപ്പള്ളി ചർച്ചിലേക്കും സെപ്പറേറ്റ് എൻട്രൻസ് വേണം. അല്ലാതെ ഈ ട്രാഫിക് ബ്ലോക്ക് 100% ക്ലിയർ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലുലുവിൽ ഓഫ് റോഡ് സമയത്ത് എല്ലാ ഡയറക്ഷനിൽ നിന്നും വണ്ടികളുണ്ടാവും. അതുകൊണ്ട് മെയിനായിട്ട് ട്രാഫിക്കിൽ ലുലുവിലേക്കുള്ള എൻട്രൻസ് സെപ്പറേറ്റ് വേണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളി ചർച്ചിലേക്കും സെപ്പറേറ്റ് വേണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഒരു സൈഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ബ്ലോക്ക് കൂടി എല്ലാ സൈഡിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.